ഹലോ. നല്ല മഴയാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പാലക്കാട് ജില്ലയിലെ നമ്മുടെ താമരപ്പാടത്തോടെയാണ് നടക്കുന്നത്. പേര് ഇങ്ങനെയാണ് ഈ സ്ഥലത്തിനിട്ട് കൊടുത്തേക്കുന്നത്, മലപ്പുറം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ എളുപ്പത്തിന് വേണ്ടി ഫേമസ് ആവാനും വേണ്ടി താമരപ്പാടം നിട്ടേക്കാണ്. നേരത്തെ താമരപ്പാടമായിരുന്നു, ഇപ്പോൾ ഇവിടെ മൊത്തം നെൽപ്പാടങ്ങളാണ്. ഉണ്ടോ, നല്ല മഴയാട്ടോ, നല്ല മഴയാണ് പെയ്യുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്. ഇങ്ങനെ താമരപ്പാടത്തേക്കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഈ റോഡ് വഴി ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കുന്നത്. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം ഇത്ര അടിപൊളി സ്ഥലമാണിത്. ഇപ്പം മഴ കാരണം എല്ലാവരും ഇവിടെ വലിയ കയറി നിൽക്കുകയാണ് ഒരു കടയിൽ. ഇവിടെ നമുക്ക് കണ്ടോ, ഇത് എന്തൊക്കെയാ ശാന? ഇത് പനങ്കൽക്കണ്ടം, പനങ്കൽക്കണ്ടം അല്ലേ? ഓക്കെ ഓക്കെ. താമരപ്പാടം എന്ന് പറഞ്ഞൊരു പേര് വന്നൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടില്ല. ഇത് നല്ല ഹെവി മഴയാ, ഒരു രക്ഷയില്ല. കാണാനും നല്ല ഭംഗി. എവിടെ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അകത്ത് കയറാൻ പറ്റും. പൂക്കളും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരു പ്ലേസാണ്. പക്ഷേ മഴ കാരണം അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ആകാശക്കാഴ്ചകളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ മഴ കാരണം നമുക്കത് മിസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സ്ഥലത്തിൻ്റെ പേര് അരവിയേട്ടൻ്റെ നെൽപ്പാടം. ഈ ഗ്രാമത്തിന് കൊടുത്തേക്കുന്ന പേരാണ് താമരപ്പാടം. ഈ മഴ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ചെറിയൊരു കട ഇവിടെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരയ്ക്ക, അങ്ങനെയുള്ള ചെറിയ പഴങ്ങളും അതുപോലെ തന്നെ കൽക്കണ്ടമൊക്കെയാണ് ഇവിടെ കൊടുക്കാൻ പറ്റിയിരിക്കുന്നത്. പനങ്കൽക്കണ്ടമൊക്കെ. ഉള്ളിലോട്ട് 20 രൂപയാണ് പാസ്. ഇതുവഴി നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ മഴയൊക്കെ മാറി അത്യാവശ്യം തോർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പാടത്തിനുള്ളിലേക്ക് നമ്മുടെ ഡ്രോൺ പറത്തി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആകാശ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചപ്പാർന്ന ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ തന്നെ വളരെ മനോഹരമാണ്. ഒരു ഗ്രാമീണ ഭംഗി, മൺമറഞ്ഞു പോയ ഒരു ഗ്രാമീണ ഭംഗി നമുക്ക് കാണണമെങ്കിൽ ഇങ്ങോട്ട് വരിക. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ അതിമനോഹരമാണ്. നമുക്ക് പഴമയുടെയൊക്കെ ഒരു തിരിഞ്ഞുനോട്ടം, പഴമയിലേക്കൊരു തിരിഞ്ഞുനോട്ടം അങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. ഈ നെൽപ്പാടങ്ങൾക്ക് പുറമെ കരിമ്പനകളിലും അതുപോലെ തന്നെ തെങ്ങുകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇവർ സെറ്റ് ചെയ്തേക്കുന്നതിനകത്തേക്കുള്ള ഒരു പാർക്ക്, അതിലേക്ക് ചെറിയൊരു എൻട്രൻസ് ഫീസ് ഉണ്ട്. അതിൽ നമുക്ക് ഫീസ് അടച്ചിട്ട് നമുക്ക് ഉള്ളിൽ പോയി വീഡിയോ എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന മലകൾ കണ്ടോ, നെല്ലിയാമ്പതി മലനിരകളാണ്. അതിന് താഴെയാണ് ഈ ഒരു നെൽപ്പാടങ്ങളെല്ലാം. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാതെ ലോ ബഡ്ജറ്റിൽ നമുക്ക് വന്ന് കണ്ടുപോകാവുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഏകദേശം എറണാകുളത്ത് നിന്ന് ഞാൻ ട്രെയിന് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ വരെ സ്ലീപ്പറിന് 150 രൂപയായിട്ടുള്ളൂ. ആ 150 രൂപയ്ക്ക് വർത്തിയാണ്. പിന്നീട് ഈ ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാമത്തിലെ ഫുഡാണ് നമുക്ക് കിട്ടുക. നമുക്ക് അധികം ഹോട്ടൽസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പാക്കേജായിട്ട് പോവുകയാണെങ്കിൽ പോലും നമ്മൾ നേരത്തെ അവിടെ ഫുഡൊക്കെ കടകളിൽ വിളിച്ച് ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ ഹട്ടുകൾ നമ്മൾ ബുക്ക് ചെയ്യുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങോട്ട് പോകാവുള്ളൂ, കാരണം പട്ടണമല്ല. അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ എന്ത് ഭംഗി കാണാൻ സാധിച്ചു. പിന്നീട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളൊരു 14 പേരടങ്ങുന്ന ടീമായിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രയും ഉടനീളം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണാം ഈ നെൽപ്പാടങ്ങളും ഈ പനകളും കാഴ്ചകളും ഒക്കെ എത്ര മനോഹരമാണെന്നുള്ളത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ഫ്രഷൊക്കെ ആയതിന് ശേഷം ആദ്യമേ ചെയ്തത് നമ്മൾ കൽപ്പാത്തി അഗ്രഹാരം പോയി കാണുകയാണ് ചെയ്തത്. പിന്നീട് നമ്മുടെ പാലക്കാടിൻ്റെ സവിശേഷതയായ നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു വിഭവം കൂടി നമ്മൾ അവിടെ നിന്ന് കഴിച്ച് പിന്നെ നമ്മുടെ യാത്ര തുടർന്ന് ബ്രിട്ടീഷ് പാലമൊക്കെ കണ്ട് ആണ് നമ്മൾ 32 കിലോമീറ്ററിലധികം താണ്ടി നമ്മൾ ഈ ഒരു താമരപ്പാടത്തെത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുവാണെന്നുള്ള കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് കൊല്ലങ്കോട് താമരപ്പാടം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വരുന്ന റൂട്ടിൽ കറക്റ്റായിട്ട് നമുക്ക് ഇറങ്ങി കാണേണ്ടതായിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ഓരോ പോയിൻ്റായിട്ട് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ റൂട്ടിലൊക്കെ
പക്കയായിട്ട് വരിക. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് നല്ല നല്ല പ്ലേസുകൾ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ഞങ്ങൾ എൻജോയ് ചെയ്ത അടിപൊളി ഒരു സ്ഥലമാണിത്. നിങ്ങളും മിസ് ചെയ്യാതെ വന്ന് കാണുക. അപ്പോൾ നമുക്ക് ഈ ഒരു കൊച്ചു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം.